വിദേശ വ്യവസായികൾ ചില ഷെൽ കമ്പനികൾ ഉണ്ടാക്കുക, ആ കമ്പനികളുമായി സാമ്പത്തിക ഉടമ്പടി പത്രം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുക, അതിന്റെ പേരിൽ വ്യാപകമായി പണപ്പിരിവ് നടത്തുക. ആ പിരിക്കുന്ന പണം ഈ പദ്ധതിയുടെ നിർവഹണത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നില്ല. ആ പണം മുഴുവൻ തന്നെ CPM നേതാക്കന്മാർക്ക് പാർട്ടി ഫണ്ടായിട്ടും CPM നേതാക്കന്മാരുടെ വ്യക്തിപരമായ താല്പര്യത്തിനു വേണ്ടി ലഭിക്കുകയാണ്. ഇത് വിദേശ വ്യവസായികളുടെ കള്ളപ്പണം വെളുപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അതിനുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുകയാണ്. അതിലൂടെ ഉണ്ടാകുന്ന കോടികൾ CPM-ന് കിട്ടുകയാണ്. അപ്പൊ CPM-ഉം ഈ ആളുകളും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവേണ്ടതാണ്, അന്വേഷിക്കണം. സംസ്ഥാന സർക്കാരിലെ ഒന്നിലേറെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള പരാതി ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? മുഖ്യമന്ത്രിന് മുതിർന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണല്ലോ CPM-ന്റെ. അപ്പൊ പാർട്ടിക്കെതിരായിട്ട് വന്ന ആരോപണത്തെക്കുറിച്ചും സർക്കാരിനെതിരായിട്ട് വന്ന ആരോപണത്തെക്കുറിച്ചും പരാതി പറയാൻ ഒരേപോലെ ബാധ്യതപ്പെട്ട വ്യക്തിയാണ് മുഖ്യമന്ത്രി. എന്നിട്ടും എന്തുകൊണ്ടാണ് 2 ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? അതുകൊണ്ട് ഇതെല്ലാം സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ CPM നേതാക്കന്മാരുടെ അടിക്കടിയുള്ള ലണ്ടൻ യാത്രയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇവർക്കെല്ലാവർക്കും ലണ്ടനിലോട് ഇത്ര താല്പര്യം? പല മന്ത്രിമാരും പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ലണ്ടനിലേക്ക് പോവുകയാണ്. ഇത്രമാത്രം പഠിക്കാൻ എന്ത് വിവരമാണ് ലണ്ടനിലുള്ളത്? അതുകൊണ്ട് CPM നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും വിദേശ സന്ദർശനം, വിശിഷ്യ അവരുടെ ലണ്ടൻ സന്ദർശനങ്ങൾ, അതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടതാണ്.